നമസ്കാരം. യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണോ? പക്ഷെങ്കിൽ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എങ്ങും തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറേ ഐഡിയാസ് ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ കണ്ടന്റ് ആക്കണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ല, അല്ലെങ്കിൽ ജോലി തിരക്ക്, മറ്റെന്തെങ്കിലും തിരക്കുകൾ കൊണ്ട് ഇതൊന്നും സാധിക്കാതെ നിങ്ങൾ ഇങ്ങനെ ഇതൊരു ആഗ്രഹമായിട്ട് മാത്രം കൊണ്ട് നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെ വേണമെന്നുണ്ടെങ്കിലും പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി പോഡ്കാസ്റ്റ് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് AI ഉപയോഗിച്ചാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് പരിചയപ്പെടാം. ജോഗ് AI എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. AI വീഡിയോ ക്രിയേഷൻ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ മൊത്തത്തിൽ പരിചയപ്പെട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാതെ. ഞാൻ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കുറേ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഷെയർ ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ സൈൻ അപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇമെയിൽ ഐ ഡി മാത്രം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡിക്ക് വരുന്ന ഒരു OTP ഉണ്ട്. ആ ഒരു വെരിഫിക്കേഷൻ കോഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ സൈൻ അപ്പ് ആയി. ഞാൻ ഓൾറെഡി സൈൻ അപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സൈൻ ഇൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഇവിടെ കുറേ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്, കുറേ ടൂൾസ് ഇതിൽ നൽകിയിട്ടുണ്ട്. അവതാർ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം, ആഡ് മേക്ക് ചെയ്യാം. അതേപോലെ മോർ ടൂളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അധികം പുതിയ ഫീച്ചേഴ്സ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് പോഡ്കാസ്റ്റ് വീഡിയോസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അതിനുള്ള ആ ഒരു ഓപ്ഷനാണ് ഈ നൽകിയിരിക്കുന്നത്. വീഡിയോ പോഡ്കാസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള പോഡ്കാസ്റ്റ് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ആ ഓപ്ഷൻസ് ഒക്കെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ജനറേറ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു സ്ക്രിപ്റ്റ് ആവശ്യമാണ്. ആ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ പല മാർഗ്ഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് ഈ കാണുന്ന ഓപ്ഷൻ. ഇവിടെ നമുക്ക് എൻ്റെ URL എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെയോ മറ്റോ URL, നമുക്ക് ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സ്ക്രിപ്റ്റ് ആണോ വേണ്ടത് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ആണോ വേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഒരു URL നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് എൻ്റർ ചെയ്തിട്ട് എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് മറ്റ് ഓപ്ഷൻസ് കൂടെ നോക്കാം. ഇവിടെ PDF ഉണ്ട്, അതേപോലെ AI സമ്മറൈസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ആകുകയും അത് വെച്ചിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ അപ്ലോഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ഓഡിയോ എന്ന് പറയുന്ന ഒരു സെക്ഷനിലുണ്ട്. ഇവിടെ നമ്മൾ ആ ഒരു പോഡ്കാസ്റ്റുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്തുകൊണ്ടും പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ജനറേറ്റ് സ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഏതെങ്കിലും ഒരു URL കൊടുക്കാം. ആ URL നമുക്ക് ഓണത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു URL ഇവിടെ നിന്ന് തപ്പിയെടുക്കാം. ഓക്കെ, ഇത് ഇന്ത്യ ടുഡേയുടെ ഒരു പേജാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഇതിന്റെ ലിങ്ക് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ലാംഗ്വേജ് നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇംഗ്ലീഷ് തന്നെ വെക്കുകയാണ്. അതിനുശേഷം ടാർഗറ്റ് ഡ്യൂറേഷൻ എത്രയാണ് വേണ്ടത് അതുകൂടെ വെക്കുകയാണ്. ഞാൻ 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് വരെയുള്ള ഒരു വീഡിയോ ആണ്. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ പോഡ്കാസ്റ്റ് സ്ക്രിപ്റ്റ് ജനറേറ്റിംഗ് എന്ന് എഴുതി വന്നിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ ഈ ഒരു സ്ക്രിപ്റ്റ് റെഡിയാവും. നമ്മുടെ സ്ക്രിപ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സ്ക്രിപ്റ്റ്. അവതാർ 1, അവതാർ 2 എന്ന് പറഞ്ഞാണ് ഈ സ്ക്രിപ്റ്റ് വന്നിരിക്കുന്നത്. അവതാർ 1ഉം അവതാർ 2ഉം ഈ കൊടുത്തിരിക്കുന്ന ഈ ഡെമോയിൽ നിന്നാണ് സെലക്ട് ആയിരിക്കുന്നത്. ഫസ്റ്റ് ഡെമോ ആണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. നമുക്ക് ഓണത്തെക്കുറിച്ച് ഈ കാണുന്ന ആരെ കൊണ്ട് വേണമെങ്കിലും നമുക്ക് പറയിപ്പിക്കാം. ഏത് അവതാറിനെ കൊണ്ടും നമുക്ക് പറയിപ്പിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഓണത്തെക്കുറിച്ച് ഇവരെ കൊണ്ട് 4 വാക്ക് പറയിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു അവതാറിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ അവതാറിന്റെ സൗണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഇത് പ്ലേ ചെയ്ത് കേൾക്കാം. ഓക്കെ, ഇതാണ് ഒരു അവതാർ. ഇത് അടുത്തത് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതൊന്ന് സെലക്ട് ചെയ്താലോ. ഓക്കെ, ഇതാണ് ഇച്ചിരി ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഈ അവതാർ തന്നെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ സൗണ്ടിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് സൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇവിടെ ഡ്യൂറേഷൻ ഉണ്ട്. അതായത് പോസ് എത്ര നേരത്തിൽ, അതായത് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കുള്ള ഒരു പോസ് വരുന്നുണ്ടല്ലോ, അത് എത്ര വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. 0.2 ആണ് ഡിഫോൾട്ട് ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾ അത് തന്നെ സെറ്റ് ചെയ്താലും മതി. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഷോ ആസ് സബ് ടൈറ്റിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇത് ഡിസേബിൾ ആണെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നെങ്കിൽ മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോഡ്കാസ്റ്റ് വീഡിയോയിൽ സബ് ടൈറ്റിൽ വരത്തുള്ളൂ. ഇത്രയും സെറ്റിംഗ്സ് മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. മെയിനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ട ആ ഒരു അവതാർ ഏതാണെന്നുള്ളത് കറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയുടെ ആ ഒരു പാറ്റേണിന് പറ്റുന്ന രീതിയിലുള്ള ഒരു അവതാർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇത് മാത്രമല്ല, അവതാർ ഇഷ്ടംപോലെ അവതാർ നമുക്ക് ഇവിടെ നിന്ന് വേറെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഇത് ഇംഗ്ലീഷിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ റെൻഡറിൽ ക്ലിക്ക് ചെയ്തു. റെൻഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സ്പ്ലോറിംഗ് ഓണം 2025 നമ്മളിപ്പോൾ കൊടുത്ത ഒരു പോഡ്കാസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എസ്റ്റിമേറ്റ് ടൈം പറയുന്നത് 3 മിനിറ്റ്സ് ആണ്. 3 മിനിറ്റ്സ് ഒന്നും എടുക്കത്തില്ല. അതിന് മുമ്പ് തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ആകുന്ന വരെ നമുക്കൊന്ന് പോസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പോഡ്കാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ആയി. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. We're diving into Onam 2025.
one of Kerala's most vibrant festivals. അടിപൊളിയായിട്ട് സംഭവം ക്രിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. Absolutely. Onam isn't just a festival. It's a cultural phenomenon. ഒറിജിനൽ പോലെ തന്നെ തോന്നുന്നു. രണ്ടുപേരിരുന്ന് റിയൽ ആയിട്ട് സംസാരിക്കുന്ന അതേ ഒരു വൈബിലാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ആയിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. Exactly. Legend says Mahabali's reign was. നോക്കി എന്ത് രസമാണ് നോക്കി. People still remember his rule fondly. The nostalgia is ഇംഗ്ലീഷ് നല്ല സെറ്റായിട്ട് തന്നെ വരുന്നുണ്ട്. ഇംഗ്ലീഷും ഹിന്ദിയും അങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജുകൾ നല്ല രീതിയിൽ ഇതിൽ വരുന്നുണ്ട്. നമുക്കത് കറക്റ്റ് ആ ലിപ്സിങ്ക് വരെ കറക്റ്റായിട്ടാണ് വരുന്നത്. മലയാളം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ല, കാരണം അത് വന്നതേ ഉള്ളൂ, മലയാളമൊക്കെ ആഡായി വരുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് മലയാളവും ഇതേപോലെ തന്നെ നല്ല സെറ്റായിട്ട് തന്നെ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിത് ഏത് ഫോർമാറ്റിലും വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്ക് ഷോർട്ട് വീഡിയോ ഫോർമാറ്റോ ലോങ് വീഡിയോ ഫോർമാറ്റോ എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ഒരു പോഡ്കാസ്റ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്താലോ. ഇവിടെ നമുക്ക് AI സമ്മറൈസർ യൂസ് ചെയ്യാം. ഇവിടെ നമുക്കൊരു എന്തെങ്കിലും ഒരു ചെറിയ സ്ക്രിപ്റ്റ് കൊടുക്കാം. ഞാനിവിടെ ChatGPT വെച്ചിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഒരു ചെറിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിൽ നമുക്കൊരു പോഡ്കാസ്റ്റ് വേണം. അപ്പം നമ്മളത് ഇവിടെ നിന്ന് എടുക്കുന്നു, അതിനുശേഷം കോപ്പി ചെയ്യുന്നു, നേരെ ജോഗ് AIയിലേക്ക് വരുന്നു, അതിനുശേഷം നമ്മൾ ഇത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. പേസ്റ്റ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ നമുക്ക് 1 മിനിറ്റ് വരെ മതി. ലാംഗ്വേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതും സെലക്ട് ചെയ്യാം. മലയാളം ഉണ്ട്, വേണമെങ്കിൽ മലയാളം എടുക്കാം. ഞാനിവിടെ മലയാളം എടുക്കുന്നില്ല, കാരണം അതത്ര കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹിന്ദി, തമിഴൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ട്. മുമ്പ് നമ്മൾ കണ്ട പോലെ അവതാർ 1, അവതാർ 2 എന്ന് പറഞ്ഞാണ് ഇവിടെ സ്ക്രിപ്റ്റ് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ സെയിം തന്നെയാണ് ഇവിടെ പ്രോസസ്സിങ്. പക്ഷേ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതുകൊണ്ടൊന്ന് നോക്കണം. ഇവിടെ ഞാനൊരു അവതാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ കൊടുത്തിട്ടാണ് ഈ അവതാർ ക്രിയേറ്റ് ചെയ്തത്. ഏകദേശം എൻ്റെ ഒരു ഷേപ്പ് എവിടേക്കോ അതിൽ വരുന്നുണ്ട്. പക്ഷേ ഞാൻ കൊടുത്ത ഫോട്ടോ ശരിയാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു എൻ്റെ അവതാർ എനിക്ക് ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ അവതാർ 1 അതേപോലെ അവതാർ 2 ഉണ്ട്. അത് രണ്ടും നമുക്ക് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇപ്പം ഞാനത് കൊടുക്കുന്നില്ല, കാരണം അത് ആ ഒരു പ്രോസസ്സിംഗ് ആയി വരാൻ കുറേയധികം സമയം എടുക്കും. ഇവിടെ അവതാർ 2-ൽ ഒന്നുകിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫോട്ടോ ഇവിടെ ഒന്ന് ഇതിനുള്ളിൽ സെലക്ട് ചെയ്താലും മതി. അതിനുശേഷം മെയിൽ ഫീമെയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം വോയിസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു പർട്ടിക്കുലർ തീമിന് വേണ്ടി. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കുറേ എണ്ണം പ്രീ ക്രിയേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. അതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട്, അതായത് നമ്മളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ എങ്ങനെ വരണമെന്നുള്ളത് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പം വേണമെങ്കിൽ പ്രോംപ്റ്റ് കൊടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഉള്ള തീം ഏതെങ്കിലും സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം ജനറേറ്റ് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത പോലുള്ള ഒരു അവതാറിന്റെ ഒരു തീം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, റിമോട്ട് ഡയലോഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ അവതാറുണ്ട്. പബ്ലിക് അവതാർ, മൈ അവതാർ, കസ്റ്റം അവതാർ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ കുറേ അവതാറിന്റെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. അതേപോലെ ഇവിടെ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജെൻഡർ, മെയിൽ, ഫീമെയിൽ സെലക്ട് ചെയ്യാം, ഏജ് സെലക്ട് ചെയ്യാം, അഡൽട്ട് ഉണ്ട്, സീനിയർ, യങ് അഡൽട്ട്, അങ്ങനെ കുറേ, അതായത് അവതാറിന്റെ ഒരു ഏജ് എത്ര വേണം, ഏത് രീതിയിലുള്ള കണ്ടന്റ് ആണ്, അതിനനുസരിച്ച് നമുക്ക് അത് സെലക്ട് ചെയ്യാം. പിന്നെ കൺട്രി, റീജിയൻ ഏതാണ് എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ സൗത്ത് ഏഷ്യൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സൗത്ത് ഏഷ്യൻ ടൈപ്പിലുള്ള കുറേ ആ ഒരു ഫേസ് കട്ടൊക്കെയുള്ള കുറേ ആളുകളെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഞാൻ അവതാർ 1-ൽ ഈ ഒരു അവതാർ സെലക്ട് ചെയ്തു. ഇനി അവതാർ 2-ൽ ഞാൻ മറ്റൊരു അവതാർ, ഈ ഒരു അവതാർ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 2 അവതാർ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ സൗണ്ടിൽ ഒന്നും ചേഞ്ചസ് വരുത്തേണ്ട കാര്യമില്ല. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആണോ വീഡിയോ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇത് വെർട്ടിക്കൽ വീഡിയോ, അതായത് യൂട്യൂബിന് ഷോർട്സിനോ അല്ലെങ്കിൽ റീൽസിനോ ഒക്കെ പറ്റുന്ന ടൈപ്പ് ഒരു വീഡിയോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ടൈപ്പ് ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കത്തില്ല, ഇത് വേറൊരു ലുക്കിലായിരിക്കും വരുന്നത്. അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. സബ്ടൈറ്റിലൊക്കെ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി റെൻഡർ എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ ഈ ഒരു പോഡ്കാസ്റ്റ് ഇവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. 3 മിനിറ്റ്സിൽ ഇത് കംപ്ലീറ്റ് ആവും. അതുവരെ നമുക്കൊന്ന് പോസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. But revolutionary. They were frustrated with sharing videos online. Slow uploads, incompatible formats, and no central hub. So they created one. And that hub was YouTube. The first video ever posted was just 18 seconds long, titled Me at the Zoo. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വീഡിയോ ഓഡിയോയുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ലാംഗ്വേജിലും ഏത് രീതിയിലും വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാം AI വെച്ചുകൊണ്ട്. പ്രത്യേകിച്ച് പോഡ്കാസ്റ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം വീഡിയോ പോഡ്കാസ്റ്റ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ടൈപ്പ് വീഡിയോകൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ ജസ്റ്റ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഒരു ആർട്ടിക്കിൾ ആണ് കൊടുക്കുന്നത്, ഒരു വീഡിയോ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനുള്ളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്നൊരു പോഡ്കാസ്റ്റ് വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം AI വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമെയിൽ ID കൊടുത്ത് ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതെല്ലാം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നത് ജനറേറ്റ് അപ് ടു 3 വീഡിയോസ് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. 1 കസ്റ്റം വീഡിയോ അവതാർ, വീഡിയോ ട്രാൻസ്ലേഷൻ, വീഡിയോ അപ് ടു 30 സെക്കൻഡ്സ്, അങ്ങനെ കുറെ ലിമിറ്റേഷൻസ് ഫ്രീയിലുണ്ട്. ഇനി ഇതിന്റെ സ്മാർട്ട് വേർഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ $24 പെർ മന്ത് ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ഇനി അതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് പോകണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റർ ഉണ്ട്, 36 പെർ മന്ത്. അങ്ങനെ ഓരോരോ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഏത് ടൈപ്പ് കണ്ടന്റ് ആണോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണോ വീഡിയോസ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ ഫ്രീ കിട്ടുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് വർക്ക് ആവുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രോ വെർഷനിലേക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മാറാനായിട്ട് സാധിക്കും. ഇയർലി സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഏത് വേണമെങ്കിലും വാങ്ങാം. ആദ്യം ഫ്രീ കിട്ടുന്ന വീഡിയോകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക, പ്രോംപ്റ്റ് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വർക്ക് ആവുന്നുണ്ടോ, നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഫോളോ ചെയ്ത് തന്നെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. വീഡിയോ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ട്സിനൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി അയച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.